ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരു ട്രയാങ്കിളിന്റെ ബേസും ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഏരിയ കിട്ടും. പക്ഷേ നമുക്ക് ഹൈറ്റ് തന്നിട്ടില്ല. പകരം ഒരു ട്രയാങ്കിളിന്റെ 3 ഡിഫറെന്റ് ആയിട്ടുള്ള സൈഡ് മാത്രമാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഏരിയ ചോദിക്കുവാണ്. അപ്പൊ നമ്മൾ എങ്ങനെ അതിന്റെ ഏരിയ കണ്ടെത്തും? അതിനാണ് നമ്മൾ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്ത് ഡിഫറെന്റ് സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് പറയാം. അതിനായിട്ട് നിങ്ങൾ ഈ 2 ഇക്വേഷൻ നോക്കി വെക്കുക. ആദ്യത്തത് എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2. ഇവിടെ എസ് എന്ന് പറയുന്നത് സെമി പെരിമീറ്റർ ആണ്. അതായത് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടെത്തിയിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യാം. അപ്പൊ പെരിമീറ്റർ കണ്ടെത്തുമ്പോൾ ഓരോ സൈഡിനും ഓരോ ലെറ്റേഴ്സ് കൊടുക്കുക. അതായത് ഇവിടെ 3 സെന്റിമീറ്റർ ഉള്ള സൈഡിനെ എ എന്ന് എടുക്കുവാണ്, 4 സെന്റിമീറ്റർ ഉള്ള സൈഡിനെ ബി എന്ന് എടുക്കുവാണ്, 5 സെന്റിമീറ്റർ ഉള്ള സൈഡിനെ സി എന്ന് എടുക്കുവാണ്. ഏത് ഓർഡറിലും നമുക്ക് എയും ബിയും സിയും കൊടുക്കാം. അപ്പൊ എങ്ങനെയാണ് സെമി പെരിമീറ്റർ കണ്ടെത്തുന്നത്? ഈ എയും ബിയും സിയും കൂടെ നിങ്ങൾ കൂട്ടുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോ എ എന്ന് പറഞ്ഞാൽ 3, ബി എന്ന് പറഞ്ഞാൽ 4, 3 പ്ലസ് 4 7, 7 പ്ലസ് 5 12. അപ്പോ നമുക്ക് 12 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും, ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ് സെമി പെരിമീറ്റർ. അപ്പൊ നമുക്ക് എസിന്റെ വാല്യൂ കിട്ടി. ഈ എസിന്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക. ഇതാണ് ഏരിയ കണ്ടെത്തുന്ന ഇക്വേഷൻ. നമ്മുടെ ഏരിയ കണ്ടെത്തുന്ന ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. ഇവിടെ എസിന് പകരം 6 കൊടുക്കുക, എക്ക് പകരം 3, ബിക്ക് പകരം 4, സിക്ക് പകരം 5 കൊടുക്കുകയാണ്. അപ്പൊ 6 ഇൻറ്റു ഇവിടെ എ ആയിട്ട് എടുത്തേക്കുന്നത് 3 ആണ്. അപ്പോ 6 മൈനസ് 3 എത്രയാണ്? 3 ആണ്. അപ്പോ 6 ഇൻറ്റു 3. ഇനി എസ് മൈനസ് ബി, അതായത് 6 മൈനസ് 4 2. എസ് മൈനസ് സി, അതായത് 6 മൈനസ് 5 എത്രയാണ്? 1. അപ്പൊ 6 ഇൻറ്റു 3 18, 18 ഇൻറ്റു 2 36, 36 ഇൻറ്റു 1 36. അപ്പൊ റൂട്ട് 36 നമുക്ക് ആൻസർ കിട്ടും. റൂട്ട് 36 എത്രയാണ്? 6 ആണ്. അപ്പൊ 6 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ.